ഹൃദയത്തെ തൊട്ട കുറിപ്പായിരുന്നു അത്. ലൈൻമാൻ വരുമെന്നും കറണ്ട് കട്ട് ചെയ്യുമെന്നുമുള്ള ഉറപ്പിൽ തന്നെയായിരുന്നു അത് എഴുതി വെച്ചതും. സാർ, ഫ്യൂസ് ഊരരുത്, പണം ഇവിടെ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് സാർ. നോട്ട്ബുക്കിന്റെ കടലാസ് തുണ്ട് കീറിയെടുത്ത് അതിൽ കുറിപ്പെഴുതിയത് അന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആവണിയാണ്. എന്താണ് അങ്ങനെ കുറിപ്പെഴുതാൻ കാരണം? സ്കൂളിൽ പോകുന്ന ടൈമായിരുന്നു. അപ്പം രാവിലെ ഞങ്ങൾ എഴുതി വെച്ചു. അന്ന് ഫ്യൂസ് ഊരുന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പബ്ലിഷ് ആവുമെന്ന്. അങ്ങനെ ഇരിക്കെ രാത്രിയിൽ ഒരു അങ്കിൾ വിളിച്ചു. ഞങ്ങൾ വിചാരിച്ചു കൈതട്ടി വല്ലോ വേറെ ആരും മറ്റൊരാളെ ആയാലും വിളിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയും വിളിച്ചപ്പോൾ അച്ഛൻ്റെ കൊടുത്തു. അപ്പോഴായിരുന്നു വിചാരിച്ചത് പബ്ലിഷ് ആയെന്ന്. പിന്നെ ജോജി അങ്കിൾ വീട്ടിൽ കടന്നു വന്നു. വീണ്ടും എല്ലാം കണ്ടു. പിന്നെ ഇതൊന്നുകൂടെ പുതുക്കി പണിയാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കതകും വെച്ചാൽ മതിയെന്ന്. KSEB കോഴഞ്ചേരി സെക്ഷനിലെ ലൈൻമാൻ വിനേഷ് കുമാർ കുറിപ്പ് വായിച്ചു. അവിടെ തിരികെ വെച്ചിരുന്ന 500 രൂപ എടുത്തു. കുറിപ്പിലുണ്ടായിരുന്ന നമ്പറിൽ വിളിച്ചു. ബിൽ തുകയിൽ 461 ബാക്കി അഡ്വാൻസായി ചേർത്തുവെന്നും അറിയിച്ചു. പിന്നെ ആവണിയുടെ പേനയിലെ സങ്കടത്തിന്റെ മഷി പടർന്ന തുണ്ടുകടലാസിന്റെ ചിത്രമെടുത്ത് സുഹൃത്തുക്കളിൽ ഒരാൾക്ക് അയച്ചു. അങ്ങനെയാണ് ആവണിയുടെ സങ്കടങ്ങൾ 4 ആൾ അറിഞ്ഞത്. കോഴഞ്ചേരി പൗരാവലി എന്ന വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ കൈ അയച്ചു സഹായിച്ചു. ആവണിക്കും അച്ഛനും ചേച്ചിക്കും കയറിക്കിടക്കാൻ ഉറപ്പുള്ള ചുമരുകൾ അത് തീർത്തു നൽകി. ഈ വീടിൻ്റെ മേൽക്കൂര മൊത്തം പോയി. അതുപോലെ ഭിത്തികൾ ബലമില്ലാതെ തേച്ചിട്ടില്ലാത്ത അവസ്ഥ. പിന്നെ നമുക്ക് ബാത്റൂം സൗകര്യങ്ങളില്ല, കതകില്ല, ജനലില്ല, നല്ല അടുക്കളയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഞങ്ങളിത് ഏറ്റെടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീട് ഒരു കോഴഞ്ചേരി പൗരാവലിയുടെ രീതിയിൽ ഇത് പുനരുദ്ധാരണം നടത്താമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ട് സേഫായ രീതിയിൽ ഇതിൻ്റെ അകത്ത് താമസിക്കുന്ന രീതിയിലുള്ള ബന്ധോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇപ്പം ഞങ്ങളെ ഈ ദൗത്യം ഞങ്ങൾ പൂർത്തീകരിച്ചത് ഞങ്ങൾ കോഴഞ്ചേരി പൗരാവലിയുടെ 50-നടുത്ത ആൾക്കാരുടെ സഹായ സഹകരണത്തിലാണ്. 5 ലക്ഷം രൂപ സമാഹരിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. ചുരുക്കത്തിൽ കുഞ്ഞുങ്ങളുടെ ദീർഘകാല സ്വപ്നത്തിന് വീടെന്ന വിശേഷണമായി. ഈ മൊത്തമായിട്ട് ഞങ്ങളെ കഥ മാത്രം വെച്ച് തന്നിട്ട് നല്ലൊരു വീട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതായി വാസയോഗ്യമായിട്ട് നല്ലൊരു വീട് ഞങ്ങൾക്ക് വെച്ച് തന്നു. ഇപ്പം ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് അടിച്ചുറപ്പുള്ള ഒരു വീട് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ അതിനകത്ത് ഇരിക്കുവാനും എല്ലാം ദൈവത്തിൻ്റെ കൃപയും ജോയി സഹോദരൻ്റെയും പൗരാവലിയുടെയും എല്ലാ അനുഗ്രഹത്തോടെ നല്ലൊരു വീട് കിട്ടി ഞങ്ങൾ വളരെ സന്തോഷമാണ്. ചെറുകോൽ കുഴിക്കാലയിൽ അനിൽ തയ്യൽ തൊഴിലാളിയാണ്. ഭാര്യ നേരത്തെ ഉപേക്ഷിച്ചു പോയിരുന്നു. ചുരുക്കത്തിൽ വാർത്തകൾ ഇവർക്ക് സമ്മാനിച്ചത് അടച്ചുറപ്പുള്ള ജീവിതവും പ്രതീക്ഷ നൽകുന്ന ഭാവിയും കൂടിയാണ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ഹൃദയത്തിൽ തൊടുന്ന ഒരു കുറിപ്പായിരുന്നു അത്. ഒരു വർഷത്തിന് ഇപ്പുറം നോക്കുമ്പോൾ അവിടുത്തെ ആ വേദനയും സങ്കടമൊക്കെ മാറിയിരിക്കുന്നു. കുറേ നല്ല മനുഷ്യർ ഒന്നിച്ചു ചേർന്ന് ആ കുഞ്ഞുങ്ങൾക്കൊരു സ്വപ്ന ഭവനം തന്നെ ഒരുക്കി കൊടുത്തിരിക്കുന്നു. സങ്കടമൊക്കെ മാറി ഒരു സ്നേഹത്തിന്റെ കാഴ്ചയായി മാറുകയാണ്. കുഞ്ഞുങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നം അങ്ങനെ സാക്ഷാത്കരിച്ചിരിക്കുകയാണല്ലേ. ദൈന്യത നിറഞ്ഞതും ഏറെ വൈകാരികവുമായിരുന്നു 8 വയസ്സുകാരുടെ ആ കുറിപ്പ്. അത് വാർത്തയിലിടം നേടിയതോടുകൂടി വായനക്കാരും കാഴ്ചക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ വലിയ തോതിൽ അവർക്ക് സഹായവുമായി രംഗത്തെത്തി. അഡ്വാൻസായി KSEBയിൽ പണമടയ്ക്കപ്പെട്ടു. കുട്ടികൾ 2 പേരുടെയും വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ചെലവ് സ്പോൺസർമാർ കടന്നു വന്നു. ഏറ്റവും കൂടുതൽ അവർക്ക് വീടെന്ന വലിയ സ്വപ്നത്തിന് കൂടി അടച്ചുറപ്പുണ്ടായിരിക്കുകയാണ്. മേൽക്കൂര പരിപൂർണമായി മാറ്റി, ഭിത്തി കെട്ടി ഉയർത്തി തേച്ച് വൃത്തിയാക്കി, തറയിൽ ടൈൽ പാകി, വീടിനുള്ളിൽ ശുചിമുറി നിർമ്മിക്കപ്പെട്ടു. അതിനൊക്കെ തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കോഴഞ്ചേരി പൗരാവലി എന്ന വാട്സപ്പ് കൂട്ടായ്മയാണ്. 850ഓളം വരുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇതിന് പങ്കുവഹിക്കുകയും ചെയ്തു. അതിൽ ഒരാൾ 2 ലക്ഷം രൂപയും മറ്റൊരാൾ 1.25 ലക്ഷം രൂപയും ഇട്ടു. ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ചെറുതും വലുതുമായ തുക സംഭാവന ചെയ്തു. തുടർച്ചയായ ആ മഴ എന്നുള്ളത് ഒരു പ്രതിസന്ധിയായിരുന്നു. അപ്പം തന്നെ ഈ കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കാതെ തന്നെയാണ് പണി കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഈ 1 വർഷക്കാലയളവ് ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വന്നത്. എന്തായാലും 5.5 ലക്ഷം രൂപ ചെലവിട്ട് വലിയ കൂട്ടായ്മ നടത്തിയ ഏറ്റവും അനിവാര്യമായ ഒരു പ്രവർത്തനമാണ്. ചുരുക്കത്തിൽ കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ ആ വീട്ടിൽ ഇനി ഒരുപാട് നാൾ ജീവിക്കാൻ ആ കുഞ്ഞുങ്ങൾക്കാവട്ടെ.